ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ ഒരു മാറ്റത്തിലേക്ക് ചുവടുവെക്കുക എന്നതാണ് ഈ ഭരണസമിതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട കളപ്പാടൻ ഹുസൈൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയും ഉറപ്പും എനിക്കുണ്ടെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, രണ്ട് തലത്തിലാണ് നാം വികസനം ആസൂത്രണം ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ അടിയന്തര സ്വഭാവമുള്ള വിഷയങ്ങൾ, അതിന് നമുക്ക് അടിയന്തര പരിഹാരം ആവശ്യമായ കാര്യമാണ്. എന്നാൽ അടിയന്തര പ്രധാനമായ വിഷയങ്ങൾ മാത്രമല്ല ഒരു നാട് പരിഹരിക്കേണ്ടത്. നമ്മൾ പഞ്ചായത്തി രാജ് ആക്ട് വന്നു, അതിനുശേഷം പഞ്ചായത്തിലേക്ക് നിരവധിയായ വിട്ടു നൽകപ്പെട്ട സ്ഥാപനങ്ങൾ വന്നു, അതിനുശേഷം അധികാരമേറെ കൈമാറ്റം ചെയ്യപ്പെട്ടു, ഫണ്ട് ഏറെ പഞ്ചായത്തുകൾക്ക്, ലോക്കൽ ബോഡി സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഗാന്ധിജി വ്യക്തതയോടെ പറഞ്ഞു, തൊട്ടുനോക്കി കാണിച്ചു തരാം, അത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് എന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ആ ഗ്രാമങ്ങളിലാണ് ഇന്നും രാജ്യമുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. അദ്ദേഹം നാട്ടിൻപുറത്ത് സബർമതി ആശ്രമത്തിൽ അദ്ദേഹം നിൽക്കുമ്പോൾ നാട്ടിൻപുറത്തെ ഒരു രണ്ട് വിഭാഗം ആളുകൾ ഒരു പശുവിൻ്റെ കാര്യത്തിൽ ഒരു വിവാദം തീർക്കാൻ വേണ്ടി ഗാന്ധിജിയുടെ അടുത്ത് വരികയാണ്. ആ സമയത്ത് ഗാന്ധിജി അവരെ അകത്തേക്ക് കൊണ്ടുപോയി, സബർമതി ആശ്രമത്തിനകത്തേക്ക് കൊണ്ടുപോയി ദീർഘമായി അവരോട് സംസാരിച്ചു. ഈ സമയത്താണ് ഗാന്ധിജിയെ കാണാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു വരുന്നത്. ഗാന്ധിജി ഒരുപാട് നേരം കഴിഞ്ഞിട്ടും പുറത്തു വരാതിരുന്നപ്പോൾ അസ്വസ്ഥനായി ഗാന്ധിജിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദൂതനെ അയച്ചു. ഇന്ത്യയുടെ ഗവർണർ ജനറൽ പുറത്തു നിൽക്കുന്നു എന്ന് ഗാന്ധിജിയോട് പറയണം എന്നായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചത്. പക്ഷേ രസകരമായ കാര്യം, ഗാന്ധിജി എപ്പോഴും തിരിച്ചു വന്നില്ല. തർക്കം വളരെ ചെറുതായിരുന്നു, പക്ഷേ ഗാന്ധിജി വളരെ സമയമെടുത്ത് അവരുടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം തിരിച്ചു വന്നു. ആ സമയത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് ഗാന്ധിജിയോട് വലിയ ബഹുമാനമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയുടെ വൈസ്രോയിയുടെ പ്രതിനിധിയായ ഞാനിവിടെ പുറത്ത് നിൽക്കുമ്പോൾ എന്തേ നിങ്ങൾ ഈ ചെറിയ പ്രശ്നത്തിന് വേണ്ടി എന്നെ നിങ്ങൾ കാത്തിരിപ്പിച്ചു എന്ന് ചോദിച്ചു. ആ സമയത്ത് ഗാന്ധിജി ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുടിചൂടാമന്നനായ മൗണ്ട് ബാറ്റൻ പ്രഭുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യയുടെ ഗവർണർ ജനറലാകാം, പക്ഷേ ഇന്ത്യ അകത്തുള്ള ഈ മനുഷ്യരുടേതാണ് എന്നായിരുന്നു ഗാന്ധിജിയുടെ വാക്ക്. ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ താഴെക്കോട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടേതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഞങ്ങളെല്ലാം ജനപ്രതിനിധികളാക്കിയത് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഞങ്ങൾ ഉയരണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉമ്മർ അറക്കൽ ഇവിടെ സൂചിപ്പിച്ചത്, നമ്മൾ ചെയ്തു വരുന്ന ശീലങ്ങളിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ മാറി നടക്കേണ്ടത്? നമ്മൾ ഈ വികസന സെമിനാറിൽ നമ്മളുടെ ആശയങ്ങളുടെ രൂപീകരണമാണ്. പദ്ധതി രേഖയുടെ പ്രകാശനം എവിടെ നടക്കും? നമുക്കെല്ലാവർക്കും അറിയാം, കൃത്യമായ ഘടക പദ്ധതികൾക്ക് അനുവദിക്കപ്പെട്ട തുക മാത്രമാണ് നമുക്ക് ചിലവഴിക്കാൻ കഴിയുക. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്നതാണ് ഈ വികസന സെമിനാറിൽ നമ്മൾ സ്വരൂപിക്കേണ്ട ആശയം എന്ന് പറയുന്നത്. MLA എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു പ്രധാന കാര്യം, ഞാനിവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഏറ്റവും കൂടുതൽ ഇടപെടാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, 25 കൊല്ലം കഴിയുമ്പോൾ പെരിന്തൽമണ്ണ എങ്ങനെയാകണം എന്ന ഒരു സ്വപ്നത്തെ വിഭാവനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന്, നമ്മളുടെ ഭാവി തലമുറയുടെ ഹ്യൂമൻ റിസോഴ്സിലാണ്. നമ്മളൊക്കെ മക്കൾ അല്ലേ?
നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന കാര്യം എന്താണ്? ഒരുപക്ഷെ നമ്മൾ ജീവിച്ച കാലത്തിനേക്കാളും മനോഹരമായി ഈ കാലത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന നമ്മളുടെ കുട്ടികളുടെ ഭാവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പ്രാദേശിക ഭരണകൂടത്തിന് അതിൽ നിർവഹിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. ഞാൻ സമാജം സംസാരിച്ചോ? അദ്ദേഹം ഇവിടെ പ്രസിഡന്റായിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയും. അന്ന് കുറേ ഇന്നോവേറ്റീവായ ആശയങ്ങളെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ച കാര്യം എന്നോട് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭാവനാസമ്പന്നമായ ഒരു ഭരണസമിതിയായി ഇതിനെ മാറ്റണം. ഭരണസമിതി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് പ്രതിപക്ഷമില്ല എന്നുള്ള കാര്യം. പ്രാദേശിക ഭരണത്തിൽ പ്രതിപക്ഷമില്ല, ഭരണസമിതിയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്നൊരു പൊസിഷനും ഇല്ല, ഭരണസമിതിയേ ഉള്ളൂ. ഇവിടെയുള്ള 24 മെമ്പർമാരും ഒരുപോലെ ഈ ഭരണസമിതിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ 24 പേരുടെ ആശയങ്ങൾ മാത്രമല്ല, 24 വാർഡുകളിൽ നിന്ന് വരുന്ന ആശയങ്ങളെയാണ് നമ്മളിവിടെ ക്രോഡീകരിക്കുന്നത്, അല്ലേ? നമ്മളുടെ ഏറ്റവും താഴെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണം താഴെത്തട്ടിൽ നിർവഹിച്ചാണ് നമ്മൾ വരുന്നത്. ഗ്രാമസഭകളിൽ നിന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ, ഗ്രാമസഭകളിലൂടെ വന്ന കാര്യങ്ങൾ, അയൽ സഭകളിലൂടെ വന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് വികസന സെമിനാറിലെത്തുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് നമ്മൾ പദ്ധതികൾ എഴുതുന്ന കാര്യങ്ങൾ, ആ പദ്ധതികളിലേക്കുള്ള അലോക്കേഷൻ വരുന്ന കാര്യങ്ങൾ, ആ പദ്ധതി നിർവഹണത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ഇതൊരു വളരെ ക്ലിയറായിട്ടുള്ള റൂട്ടിൽ സഞ്ചരിക്കേണ്ട കാര്യമാണ്. ഞാനൊരു കാര്യം പ്രത്യേകമായി പറയുന്നത്, ഒന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷനിലാണ്. ആരുടെ എഡ്യൂക്കേഷനിൽ? ഏറ്റവും പാവപ്പെട്ടവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനില്ലെന്ന് ഞാനിവിടെ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു വീട് മാറണമെങ്കിൽ, നിങ്ങൾക്കൊരു നാട് മാറണമെങ്കിൽ, ഒരു വികസനത്തിൻ്റെ അടിസ്ഥാന കാര്യം ആളുകളുടെ കയ്യിലേക്ക് ക്രയവിക്രയം ചെയ്യുന്ന പണം വരിക എന്നുള്ളതാണ്, അല്ലേ? വരുമാനമില്ലാതെ എന്ത് ഫിലോസഫി പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊരാളുടെ കയ്യിലേക്ക് ജീവിക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഫിലോസഫിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഫിലോസഫികളൊന്നും യാഥാർത്ഥ്യബോധമില്ലാതെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം എത്തുക? സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം എത്തണമെങ്കിൽ ആ എത്തേണ്ട വീട്ടിലേക്ക് പണം എത്താനുള്ള സ്രോതസ് നമ്മൾ ഉണ്ടാക്കണം. ആ സ്രോതസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കുട്ടികളുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനാണ്. കൺവെർഷൻ അതാണ് ഉണ്ടാക്കുക. ഒരു വീടിനെ നിങ്ങൾക്ക് മാറ്റാൻ എത്ര എളുപ്പമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു വീട്, ഒരു കൂലിപ്പണിക്കാരൻ്റെ വീടിനെ ഒരു കലക്ടറുടെ വീടാക്കാൻ പറ്റുന്നത് നമ്മളുടെ കുട്ടികൾക്കാണ് എന്നുള്ളത്. മേൽവിലാസങ്ങൾ മാറും, തലമുറകളുടെ ജീവിതക്രമങ്ങൾ മാറും. ഒരു നാട് മാറേണ്ടതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. അതുപോലെ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മളുടെ LP സ്കൂളുകളെല്ലാം അതിൻ്റെ ഉടമാവകാശം, അതിൻ്റെ ഓണർഷിപ്പ്, UP സ്കൂളുകളുടെ ഓണർഷിപ്പ് ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സർക്കാരുകൾക്കും അവരുടേതായ ഒരു അജണ്ട ഉണ്ടാകും. പാഠപുസ്തകങ്ങളിലുണ്ടാകും, അതിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകും, പാഠ്യപദ്ധതിയിലുണ്ടാകും, കരിക്കുലം ഫ്രെയിംവർക്കിലുണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നാൽ പാഠ്യപദ്ധതിയിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാറ്റിലും നമുക്ക് ഇടപെടാം. നമ്മൾ തീർച്ചയായും ഓരോ LP സ്കൂളിൽ നിന്നും എന്ത് പ്രൊഡക്റ്റാണ്, എന്താണ് കുട്ടികൾ നേടി വരേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഹെൽത്തി ആയ ഒരു തലമുറ വരണം, സ്പോർട്സിന് പ്രാധാന്യം ഉണ്ടാകണം, മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഞാൻ പറയുന്നത്, പദ്ധതി എഴുതുമ്പോൾ വളരെ നോവൽറ്റിയുള്ള കുറച്ച് പദ്ധതികൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാൻ ഈയിടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി, ഒരു UP സ്കൂളാണ്, ആ കുട്ടിക്ക് പെട്ടെന്ന്
നന്നായിട്ട് ഓടിക്കളിച്ച കുട്ടി ക്ലാസ്സിൽ വന്നിരുന്ന് ഈ കുട്ടിക്ക് 2 കാലിനും ചലനശേഷി പോയി. ഒരു പ്രശ്നവുമില്ല. ഈ കുട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഈ കുട്ടീൻ്റെ എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞു. ഒരു സ്കാനിങ്ങിലും ഒരു കുഴപ്പമില്ല. കുട്ടീൻ്റെ നെർവസ് സിസ്റ്റം ഒക്കെയാണ്. കുട്ടിക്ക് തലച്ചോറിൽ ഹെമറേജ് ഒന്നും ഉണ്ടായിട്ടില്ല. വേറൊരു പ്രശ്നവുമില്ല. ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവസാനം ആ സൂപ്രണ്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ വിളിച്ചു. നോക്കുമ്പോൾ ഈ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് കാല് 2 കുഴഞ്ഞു പോയത് മെഡിക്കൽ കാരണം സ്ട്രെസ്സാണ്. കൊടുന്നനെ ഉണ്ടായ ഒരു സ്ട്രെസ്. ഒരു കുട്ടിക്ക് ചലനശേഷി. ഞാൻ പറയുന്നത് പുതിയ കാലത്ത് മാറി മാറി വരുന്ന ജീവിതക്രമങ്ങളെക്കുറിച്ച് വളരെ കരുതലോടെ ചിന്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രാദേശിക ഭരണകൂടം. നമ്മുടെ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് ആലോചിക്കണം. ആളുകളുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കണം. ഞാൻ ഈ പഞ്ചായത്തിൽ മൊയ്തുകൂടിയിരിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ റഷീദ് മാഷി നമ്മളൊക്കെ ഉണ്ട്. ഇടിഞ്ഞാടി സദ്ഗ്രാമത്തിൽ പോയൊരനുഭവം. നമ്മളെ ST സദ്ഗ്രാമാണ് ഇടിഞ്ഞാടി. എന്തൊരു കഷ്ടമാണ് അവിടുത്തെ ജീവിതം. കുട്ടികളാകെ കുർക്കുറ് തിന്നിട്ടാണ് ജീവിക്കുന്നത്. മാൽന്യൂട്രീഷനാണ്. അവിടുത്തെ 2 കുട്ടികളെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടുന്ന് പൊക്കി കൊണ്ടുവന്നു. സായി കേന്ദ്രത്തിൽ കൊണ്ടാക്കി. 2ാമത്തെ ആഴ്ച 2 ആഴ്ച കുട്ടികൾ നിന്നു. 2ാമത്തെ ആഴ്ച അവരുടെ അമ്മമാർ പോയി പ്രശ്നം ഉണ്ടാക്കി ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നു. എന്താ നടക്കുന്ന അവിടെ? നമ്മൾ ഇൻ്റർവെൻഷൻ ഉണ്ടാവണം. അവിടെ ഈ കുട്ടികളെ കരിങ്കല്ലത്താണി അങ്ങാടിയിലേക്ക് ഭിക്ഷാടനത്തിന് വിടുകയാണ് അമ്മമാർ. സ്കൂളിൽ പോകാൻ സമ്മതിക്കുന്നില്ല കുട്ടികളെ. എന്തിനാണ് വിടുന്നത്? അവർക്ക് മദ്യപിക്കാൻ മദ്യമാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ മൂക്കിന് താഴെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. നമുക്ക് ഇൻ്റർവെൻഷൻ നടത്തണ്ടേ? ആ കുട്ടികൾക്കും അവകാശമില്ലേ? ഈ നാട്ടിലെ എല്ലാവരും അനുഭവിക്കുന്ന അവകാശങ്ങൾ ആ കുട്ടികൾക്കും ഇല്ലേ? അതാരാണ് കൊടുക്കേണ്ടത്? നമ്മളാണ് കൊടുക്കേണ്ടത്. നമുക്കൊക്കെ അതിന് കൂട്ടുത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി ഈ പ്രൊജക്റ്റിൽ ഇടമുണ്ടാവണം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അൺടു ദ ലാസ്റ്റ് എന്നതായിരിക്കണം ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിതമായ നയം. ഏറ്റവും പിറകിൽ നിൽക്കുന്നവരെ നോക്കുന്ന കണ്ണായി നമ്മുടെ പ്രാദേശിക ഭരണകൂടം മാറണം. നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിലെ ഈ 5 വർഷം ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതാകട്ടെ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആശംസയും. അവരെയാണ് നാം കാണേണ്ടത്. ആരുമില്ലാത്തവർ ഒരുപാടുണ്ട്. ഇപ്പോൾ വീടുകളുമായി ബന്ധപ്പെട്ട്, ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഒരുപാട് പേർ ഇപ്പോഴും വീട് കിട്ടാതെ നിൽക്കുകയാണ്. അടിസ്ഥാന സൗകര്യമില്ലാത്ത വീടുകൾ എത്രയാണ്? പല നൂലാമാലകളുമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ ഒരു വിഷയം കൊണ്ടുവന്നു. അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ഭവന പദ്ധതിയുടെ പോളിസിയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒന്നാമത്, നമ്മളൊരാൾക്ക്, പ്രത്യേകിച്ച് ഞാനത് SC വിഭാഗത്തിൻ്റെ കണക്ക് പറഞ്ഞാണ് അവിടെ പറഞ്ഞത്. നമുക്കൊരു വീട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം അയാൾ ഭവനരഹിതനാണെന്ന് ഉറപ്പുവരുത്തണം, അല്ലേ? ഭവനരഹിതനല്ലേ കൊടുക്കാൻ പറ്റും. ആള് ഭവനരഹിതനാവണമെങ്കിൽ ഇപ്പോൾ അയാൾക്കൊരു കട്ടൻ്റെ വീടോ അല്ലെങ്കിൽ ഒരു ചെറിയ കുത്തുകൊടുത്ത് നിർത്തുന്ന ഇല്ലാത്തൊരു വീടൊക്കെ ആയിരിക്കും. ആ വീട് ഈ സാധു ആദ്യം പൊളിക്കണം, അല്ലേ? ഈ പൊളിച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുക 50,000 രൂപ 30,000 രൂപ. എത്ര ആവശ്യമാശേ? അതിലൊരു 25,000 ആദ്യത്തെ കടം വീട്ടാൻ എടുത്തിട്ടുണ്ടാവും. ബാക്കി 25,000 കൊണ്ട് തറ കെട്ടിയ സാധു ജീവിതത്തിൽ ഒരിക്കലും അത് കോൺക്രീറ്റ് ചെയ്ത് കൂടാൻ യോഗം ഉണ്ടാവില്ല. കാരണം എന്താണ്? അതിൻ്റെ മേലെ പൊക്കണമെങ്കിൽ ഒരിക്കലും കഴിയില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ അവിടെ ഈ തറൻ്റെ മേലെ ഒരു ടാർപോളിൻ കെട്ടി മറിച്ച് അവിടെ കൂടും. എത്ര വീടുകളുണ്ട്? ആ പോളിസി ചേഞ്ച് ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഉമ്മർ സാഹിബ് പറഞ്ഞത്. ആ പോളിസി ചേഞ്ച് ഭരണകൂടങ്ങളാണ് ഉണ്ടാക്കുന്നത്, നിയമസഭയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ലൈഫ് ഭവന പദ്ധതിയൊക്കെ ഒരു ഏജൻസി മൊത്തം ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോകണം. വീട് മൊത്തം ഏജൻസി ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ബാക്കി ഫണ്ട് കൂടി ഗുണഭോക്താവ് വിഹിതമായിട്ട് വെക്കട്ടെ.
അല്ലെങ്കിൽ ഗുണഭോക്താവ് ഒരു ലോൺ എടുത്തിട്ട് വെക്കട്ടെ. അല്ലാതെ പല വീടുകളും പൂർണ്ണമാകുന്നേയില്ല, പൂർത്തിയാകുന്നേയില്ല. എത്ര വീടുകളാണ് പാതി വഴിയിൽ നിന്ന് പോണത്. കാരണം അതിൻ്റെ മേലെ വെച്ചാൽ മാത്രമേ പഞ്ചായത്ത് പൈസ കൊടുക്കുള്ളൂ. ഞാൻ പറയുന്നത് ഈ കാലത്തിനനുസൃതമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് പോളിസിയിൽ കൊണ്ടുവരണം, നമ്മുടെ ഗ്രാമ തലത്തിലുള്ള ആലോചനകളിൽ കൊണ്ടുവരണം. അതുപോലെ പ്രധാനമാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചെറിയ തോടുകൾ, കൈത്തോടുകൾ എത്ര ഉണ്ടായിരുന്നു. നമുക്ക് എവിടെയാണ് നമ്മുടെ വെള്ളം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ജലവിധാനം ഇങ്ങനെ താന്ന് പോവാണ്. വലിയ കുഴൽക്കിണർ അടിച്ചാലും കിട്ടാത്തത്ര താഴേക്ക് വെള്ളം പോവാണ്. നമ്മളെ പെയ്യുന്ന മഴക്കൊരു കുറവുമില്ല, പക്ഷെ വെള്ളം മുഴുവനും അറബിക്കടലിലേക്ക് എത്തുകയാണ്. നമ്മുടെ തോടുകൾ മുഴുവൻ പോയി. വികസനത്തിൻ്റെ വേറൊരു മറുപക്ഷം കൂടിയുണ്ട്. ഒരു തോട് ഇനി ബാക്കിയില്ല, അവസാനത്തെ തോടും തൂർത്തിട്ട് നമ്മൾ റോഡാക്കുകയാണ്. വേറെ നിർവാഹമില്ല. ജനസംഖ്യ പെരുകയാണ്, വീട് കൂടുകയാണ്, ഒക്കെ വേണ്ടി വരും. പക്ഷേ ഇതിനൊരു ബദൽ കൂടി ആലോചിക്കട്ടെ. ഒഴുകി വരുന്ന വെള്ളം പോകാൻ സ്ഥലം വേണ്ടേ? നമ്മുടെ നദികൾ, നമ്മുടെ പുഴകൾ, നമുക്കിപ്പോൾ താഴെക്കോട് പറയുകയാണെങ്കിൽ കാര്യമായ പുഴയില്ല, വിടാത്തി തോട് മാത്രമാണ് അല്ലേ, തോടുകളെ ഉള്ളൂ. ആ തോടുകളുടെ ജലസംരക്ഷണത്തിന് നമുക്ക് നീരുറവകൾ സംരക്ഷിക്കാൻ, കുളങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ, കാർബൺ ന്യൂട്രലാക്കാൻ, ഏറ്റവും കൂടുതൽ കാർബൺ എമിഷനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും പുക വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലേക്കും കൂടുവഴികളിലൂടെ വാഹനങ്ങളുടെ പെരുമഴയാണ്. എല്ലാം പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ന്യൂട്രലാക്കാൻ വേണ്ടി ഇപ്പോൾ വികസിത രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങളല്ല. നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറയുന്നത് പദ്ധതിയിലേക്ക് അതും നിങ്ങൾ ആലോചിക്കണമെന്നുള്ളതാണ്. അങ്ങനെ പ്രകൃതിയെയും മനുഷ്യനെയും സാധാരണക്കാരനെയും എല്ലാം കൂട്ടിയിണക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. നമ്മളാകെ ആലോചിക്കല് മെമ്പർമാർക്കും ആകെ വേണ്ടത് റോഡ് മാത്രം. റോഡിന് ഫണ്ടുള്ളത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ. റോഡിന് എത്ര രൂപ കിട്ടിയത് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ റോഡ് എല്ലാ ഫണ്ടും കൊണ്ടും റോഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ പുതുതായി വന്ന ഭരണസമിതി അംഗങ്ങളുടെ വിചാരം പ്രസിഡന്റ് ഇപ്പോൾ എഴുതി കൊടുത്ത റോഡ് ഇപ്പോൾ ടാർ ചെയ്യുന്നതാണ്. പദ്ധതി വരാനുള്ള സമയത്തെക്കുറിച്ചൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല. പുതിയ ആളുകൾ പഠിച്ചു വരും. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ കേവലം വികസനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായി നമ്മൾ മുന്നോട്ട് വെക്കണം. അങ്ങനെ മുന്നോട്ട് വെക്കണമെങ്കിൽ അതിൽ ശ്രമകരമായ ചില ഇടപെടലുകൾ ഉണ്ടാവണം. അങ്ങനെ ഇടപെടലുകൾ ഉണ്ടാകാൻ കഴിയുന്ന ഒരു ഭരണസമിതി താഴെക്കോട്ട് ഉണ്ട് എന്ന വിശ്വാസവും ഞാനിവിടെ അറിയിക്കുകയാണ്. നമുക്കൊരു ശക്തമായ കൂടിയാലോചനയിലൂടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് കക്ഷി രാഷ്ട്രീയമുള്ളത്. അല്ലാത്ത സമയത്ത് ജനപക്ഷ രാഷ്ട്രീയം മതി. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ യാതൊരു മടിയുമില്ലാതെ അത് നടക്കട്ടെ, ഒരു കുഴപ്പമില്ല. വിമർശനം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല, അത് കറക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. വിമർശിക്കാം. ജനാധിപത്യത്തിൽ വിമർശനം ഇല്ലാതായാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ഭരണസമിതിയെ വിമർശിക്കരുത് എന്നല്ല എനിക്ക് പറയാനുള്ളത്, കറക്റ്റ് ചെയ്യരുത് എന്നല്ല പറയാനുള്ളത്. പക്ഷേ നമ്മൾ ഈ കൂട്ടായ വിജയം ജനങ്ങൾക്കുണ്ടാക്കാൻ കൈകോർത്ത് നിൽക്കണം എല്ലാവരും. അങ്ങനെ കൈകോർത്ത് നിൽക്കുന്ന ഒരു കാലമാണ്. ഇനിയുള്ള പൊളിറ്റിക്സ് മാറാണ്. ഈ പുതിയ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ആരാണ് ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടത്? നമ്മളാണ്. നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാതെയാകും. അപ്പം സ്വാഭാവികമായും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും നമ്മുടെ കാര്യങ്ങളുമെല്ലാം കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവാകും. നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു കൺസ്ട്രക്റ്റീവായ, ഒരു പോസിറ്റീവായ തോട്ട് പ്രോസസ്സ് ഉണ്ടാകണം. അതുണ്ടായാൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി ഞാൻ കാണുന്നത്, നമുക്ക് അനുവദിച്ച് കിട്ടുന്ന പ്ലാൻ ഫണ്ടിലെ പൈസയും
നമ്മുടെ ഓൺ ഫണ്ടിലുള്ള ചെറിയ വരുമാനവും മാത്രമല്ല, അതിനപ്പുറത്തുള്ള സെൻട്രൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഒരുപാട് പദ്ധതികൾക്ക് പിറകെ നമുക്കും പ്രോജക്റ്റുമായിട്ട് പോകണം. അങ്ങനെ പ്രോജക്റ്റുകൾ കൊണ്ട് ഭാവനാസമ്പന്നമാക്കുന്ന ഒരു നല്ല മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു തുടർച്ച ഒരുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ഒരു ഭരണസമിതിയുടെ തുടർച്ചയാണ് ഈ ഭരണസമിതി. അടുത്തൊരു ഭരണസമിതി വരുമ്പോൾ അത് ഇതിൻ്റെ തുടർച്ചയാണ്. ഇതെല്ലാം അനുസ്യൂതമായി പോകുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ മാറുന്നുള്ളൂ, സിസ്റ്റം മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റത്തെ ഏറ്റവും ചടുലമായി കൊണ്ടുപോകാൻ പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ വികസന സെമിനാർ നിങ്ങളുടെ എല്ലാ അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ജയ്. ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട